എന്റെ പൊന്നോ, ആരോമോൻ എന്ത് വാശി ചേച്ചി. ഞാൻ ഒരു വിധത്തിൽ ആ പ്രശ്നത്തിൽ ഇപ്പൊ സോൾവ് ആക്കിയേ. ആരോട്ടിന് എന്ത് ചെയ്തു? അവനങ്ങനെ കുസൃതിയുള്ള കുട്ടിയല്ല. ചേച്ചി മാത്രമേ അവന് കുസൃതി ഇല്ലാന്ന് പറയുള്ളൂ. കേക്ക് കട്ട് ചെയ്ത സമയത്ത് എന്തൊക്കെയാ ആരോമോൻ കാണിച്ചു കൂട്ടിയത്. എന്റെ മോളുടെ ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേ കുട്ടിയല്ലേ കേക്ക് കട്ട് ചെയ്യേണ്ടത്. ഓ അതോ, അവന് നിനക്ക് അറിയാത്തോണ്ടാ. ചെറുപ്പം പോലെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, അവനെല്ലാം അവൻ തന്നെ ചെയ്യണം. ഏത് ബർത്ത്ഡേ നടക്കണ വീട്ടിൽ പോയാലും അവൻ തന്നെ കേക്ക് കട്ട് ചെയ്യണം. അങ്ങനത്തെ ചില ചില വാശികളുണ്ട് അവന്. പാവം പക്ഷേ. എൻ്റെ പൊന്നോ, ഇന്നാളൊരിക്കൽ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഒരു മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ടാ. ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയില്ലായിരുന്നു വാശി. അന്ന് എന്തായിരുന്നെന്നറിയോ, മറ്റേ ക്യാൻഡിലുണ്ടല്ലോ, മെഴുകുതിരി, ആ മെഴുകുതിരി അണയ്ക്കാൻ വേണ്ടിയായിരുന്നു വാശി. ആ കൊച്ചിനെ കൊണ്ട് അണയ്ക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഇവൻ കടന്ന് കരച്ചിലും ബഹളവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഞാനും ചേട്ടനെ അവൻ തന്നെ അണച്ച്, അവൻ തന്നെയാണ് ആ കൊച്ചിൻ്റെ കേക്ക് കട്ട് ചെയ്തത്. ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. ചേച്ചി, കൊച്ചുങ്ങൾ ഇങ്ങനെയൊന്നും വളർത്തരുത്. ഇന്ന് അവൻ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിച്ചു. വലുതായി വലുതായി വരുമ്പോൾ വലിയ കാര്യങ്ങൾക്കായിരിക്കും വാശി പിടിക്കുന്നത്. അതിനൊക്കെ നിന്ന് കൊടുക്കേണ്ടി വരും നിങ്ങള്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല പ്രിയേ. അവൻ കുഞ്ഞല്ലേ. പിന്നെ എന്താന്ന് വെച്ചാൽ അവനെല്ലാവരും പ്രയോറിറ്റി കൊടുക്കണം. വേറെ ആരെയൊക്കെ കൂടുതൽ പ്രയോറിറ്റി അവന് കൊടുക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കുഞ്ഞു മനസ്സല്ലേ, 9 വയസ്സല്ലേ ഉള്ളൂ. അവൻ അതിൻ്റെ ഇത് കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. നമ്മൾ പ്രായത്തിലൊക്കെ ഇങ്ങനെയായിരിക്കുന്നേ. ഞാൻ എന്തായാലും ഇങ്ങനെ അല്ലായിരുന്നു ചേച്ചി. എൻ്റെ അമ്മ ഇങ്ങനെയല്ല എന്നെ വളർത്തിയത്. പിന്നെ ഇപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരോമോൻ ഏതൊരു കൊച്ചിൻ്റെ, നമ്മുടെ ഫംഗ്ഷൻ വന്ന ഏതൊരു കൊച്ചിൻ്റെ ടോയ് പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പിടിച്ച് നിൽക്കുക. ആരോമോൻ അവൻ കൊടുക്കുന്നില്ല. മറ്റേ കൊച്ചാണെങ്കിൽ കിടന്ന് കരച്ചില്. അയ്യോ, എന്നിട്ട് എന്തായി? ആരുട്ടും ടോയ് കൊടുത്തില്ലല്ലോ? എവിടെന്ന് എന്തൊരു വാശി ആരവന്. ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കണ്ടേ. ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് പിന്നെ ആ കൊച്ചിന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി എൻ്റെ മോളുടെ ഒരു ടോയ് എടുത്തു കൊടുത്തു. എന്നിട്ട് ആ കുട്ടി കരച്ചിൽ നിർത്തിയേ. എനിക്ക് തോന്നി അങ്ങനെ തന്നെ വരുള്ളൂ. അവൻ എന്തേലും ആശിച്ച് കഴിഞ്ഞാൽ അവനത് വേണം. അത് കിട്ടണം വരെ കടന്ന് കരയും, വാശി കാണിക്കും. എനിക്ക് അവനെ അറിയാലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. പിന്നെ കുഞ്ഞല്ലേ, പാവാണ് അവൻ. പാവൊക്കെ തന്നെയാ. പക്ഷെ ചേച്ചിയും ചേട്ടനും ഇപ്പൊ ശ്രദ്ധിച്ചില്ലേ, ഈ കുഞ്ഞിന്റെ പാട്ടിന് പോകും. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ വെറുതെ നാണം കടേണ്ടി വരും. ഓ, എൻ്റെ മോനെ നോക്കാൻ എനിക്കറിയാം. വേറെ ആരുടെ ഉപദേശമൊന്നും വേണ്ട. നോക്കിയമ്മേ, എന്തോ ഒരു കഷ്ടപ്പെട്ട് വീർപ്പിച്ച ബലൂണൊക്കെയാണെന്നറിയാം. ആ ആരോമൻ എല്ലാം അങ്ങ് പൊട്ടിച്ചും തല്ലി പൊളിച്ച് കളഞ്ഞമ്മേ. എൻ്റെ മോളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ കൊച്ചിനെ വൃത്തികേടാക്കാൻ മെയിൻ കാരണം ഉഷയാണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ മൂത്ത മകനും മരുമകളും കൂടി ആ കൊച്ചിൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. 9 വയസ്സുള്ളൂ. പക്ഷെ അവൻ്റെ വാശിയുണ്ടല്ലോ, എനിക്കൊക്കെ ദേഷ്യം വരും ചില സമയത്തൊക്കെ. എന്ത് പറഞ്ഞാലും അവന് സാധിച്ചു കൊടുക്കും. അവർക്ക് മാത്രമേ മക്കളുള്ളൂ എന്ന വിചാരം. ബാക്കിയുള്ളവർക്കൊന്നും മക്കളില്ല. അങ്ങനെ അവരുടെ പെരുമാറ്റ രീതികളൊക്കെ. ആരോട്ടൻ എന്ത് പറഞ്ഞാലും അപ്പം മേടിച്ചു കൊടുക്കുക. രാത്രി ഇപ്പം എന്നെ ഫ്രൈഡ് റൈസോ എന്നേലും തിന്നാൻ കൊതിയായെന്ന് പറഞ്ഞാൽ രാത്രി ഓടും തന്തയും തള്ളയും കൂടെ. എവിടത്തെ പഠിത്തമാണെന്നറിയോ. ആ കൊച്ചിനെ വൃത്തികേടാക്കിയതിന് പൂർണ്ണ ഉത്തരവാദിത്തം തന്തയും തള്ളയാ. അമ്മ ആ വീട്ടിലുള്ളതല്ലേ, അമ്മയ്ക്ക് ഇങ്ങനെ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. എൻ്റെ മോളെ, നീ എന്നോട് തന്നെ പറയണം കേട്ടോ. ഞാനൊന്നും ഇങ്ങനെ കണ്ടു വളരാത്തതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വികൃതി കാണിക്കുമ്പോൾ ഞാൻ കൊച്ചിനെ ശകാരിച്ചിട്ടുണ്ട്. അപ്പം അവൾ ചാടിക്കളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ കൊച്ചിനെ എനിക്ക് നോക്കാൻ അറിയാമെന്ന് പറഞ്ഞ് അവൾ എന്നെ വഴക്കും അറിയുന്നേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ. ആ കൊച്ചിനെ നശിപ്പിച്ച് എല്ലാത്തിനും കൂട്ട് നിന്ന് ആ കൊച്ചെ എന്നെ അടിക്കും, മാന്തും, തല്ലും ഒക്കെ ചെയ്യും. എന്നെ അച്ഛമ്മന്നൊന്നും വിളിക്കത്തില്ല, ടീ പൊടിന്നൊക്കെയാണ് വിളിക്കുന്നേ. അത് കേട്ടുകൊണ്ട് അവൾ നിൽക്കും. ഒരു കമാന്നൊരു അക്ഷരം പറയത്തില്ല അവൾ. അവൾ മിണ്ടാണ്ട് നിൽക്കും, ചിരിച്ചോണ്ട് നിൽക്കും. അല്ലെങ്കിൽ ഞാൻ ഉരുകിയാ മാളെ അവിടെ ജീവിക്കണത്. എന്താ ഞാൻ ഈ കേൾക്കണത്. എൻ്റെ മോള് വല്ല ആയിരിക്കണം, തോട്ടടിച്ച് പൊളിച്ചായിരുന്നു ഞാനപ്പം തന്നെ. അങ്ങനെയാ മക്കളെ വളർത്താൻ അറിയുന്നവര്, അല്ലാണ്ട് ഇത് കൂട്ടാണോ. എൻ്റെ മോളെ ഈ അടുത്ത് ഞങ്ങളൊരു കല്യാണത്തിന്, നമ്മുടെ മുക്കിലെ വളരെ ചായക്കടക്കാരനുണ്ടായിരുന്നല്ലോ, ആ പുള്ളിയുടെ പുള്ളിയുടെ മോൻ്റെ തന്നെ കല്യാണത്തിന് പോയി. എൻ്റെ പൊന്നോ, കല്യാണത്തിന് പോയി ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ 3-4 ഫോട്ടോഗ്രാഫർമാരുണ്ടാവുമല്ലോ. അവരുടെ മുന്നിൽ പോയി അവരെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. ആ പിള്ളേരെ ചൊറിയുക, മാന്തുക, തല്ലുക. അതിൻ്റെ ഇടയിൽ പോയി പിന്നെ സ്റ്റേജിൽ കയറി ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ആര് ഫോട്ടോ എടുത്താലും ആരൂട്ടിനെ എടുക്കണം. ആരൂട്ടിന് അവരുടെ കൂടെ ഫോട്ടോ നിൽക്കുക. ആ ചെറുക്കൻ്റെ ആൽബം വരുമ്പോൾ നോക്കിയോ, അതിൽ എല്ലാത്തിനും ആരൂട്ടിനുണ്ട്. ആരൂട്ടിന് ഇല്ലാത്ത ഫോട്ടോ ഇല്ല. പിന്നെ സ്റ്റേജിൽ ഡെക്കറേഷൻ വെച്ചേക്കുന്നത് മൊത്തം കീറി പറിച്ച് ബലൂണൊക്കെ പൊട്ടിച്ച് പൂവൊക്കെ എടുത്ത് എറിഞ്ഞ്. ആ കൊച്ചിനെ തടയാൻ ഞാൻ എന്തോരം നോക്കിയെന്നറിയോ. അവൻ എന്നെ പിടിച്ച് തല്ലുക. ഇതെല്ലാം കണ്ടുകൊണ്ട് അവൾ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരെണ്ണം പിച്ച് പോയിട്ട് തുടക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇട്ട് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ശരിയാവും. ആ കൊച്ച അവിടെ നിൽക്കും. ഇവള് സപ്പോർട്ടും ചെയ്തുകൊണ്ട് ഇങ്ങനെ കയ്യും കെട്ടി ചിരിച്ചോടെ അങ്ങ് നിൽക്കുക. എന്താ പറയുക നോക്ക്.
അവളുടെ വിവരം അതേ ഉള്ളൂ. അവൾക്കിത് അവളുടെ വിചാരം കൊച്ചു ചെയ്യണ എന്തോ വലിയ വീരപ്രവൃത്തി പോലെയാ. വലിയ എന്തോ ചെയ്യണ കൂട്ട് അവള് നിൽക്കണേ. എനിക്കിതെല്ലാം അവിടെ കേട്ടിട്ട് ദേഷ്യം വരുന്നത്. ഇങ്ങനെയുണ്ട് അമ്മമാര്. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ കൊച്ചു നശിച്ചുപോയി. നീ ഇത് പറയണം, അവള് കേട്ടോണ്ട് വരണം. എന്നെ കൊല്ലും അവള്. ഞാൻ പോട്ടെ അങ്ങട്. എന്താ എന്ത് പറ്റിയതെന്ന് വെച്ചാൽ താഴെ കിടണേ? ഓ അത് നിന്റെ ലിപ്സ്റ്റിക്കേ താഴെ വീട് പൊട്ടിയതാ. എന്നാ. അയ്യോ, ഇതെങ്ങനെ പൊട്ടി? നല്ല ഒന്നാന്തരം ലിപ്സ്റ്റിക് ആയിരുന്നു. എത്ര വിലയുണ്ടെന്നറിയോ? നീ എന്താ പ്രിയെ പറയണേ? ആനല്ല, അവനാ ആരൂട്ടൻ്റെ കയ്യിൽ നിന്ന് വീട് പൊട്ടിയതാ. എൻ്റെ പ്രിയ, നിനക്ക് ഒരു ബോധവും ഇല്ലേ? കൊച്ചുങ്ങൾ എടുക്കുന്ന സ്ഥലത്താണ് ഇതൊക്കെ എടുത്ത് വെച്ചേക്കണത്. അവനെടുത്ത് കളിച്ച് പെട്ടേന്ന് താഴെ വീട് പൊട്ടുകയും ചെയ്തു. അവനറിയോ ഈ അവനല്ല, ഒറ്റ കൊച്ചുങ്ങൾക്ക് അറിയോ പൊട്ടണതാണോ പൊട്ടില്ലാത്തയാണോ, അല്ലെങ്കിൽ ഇത് വില കൂടിയതാണോ വില കൂടിയില്ലാത്തതാണോ ഒക്കെ ആർക്കറിയാനാണ്? നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെ കാണുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ അവിടെ ആരൂട്ടിനെ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ എത്തുന്ന രീതിയിൽ ഒരു സാധനം വെക്കാറില്ല. ചേച്ചി എന്തേ പറയുന്നേ? ഞാൻ അലമാരയുടെ ഉള്ളിൽ വെച്ച സാധനമാണിത്. ഇത് ആരോമോൻ എടുത്ത് കളിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പൊട്ടിച്ചിട്ട് അവൻ അതിനെ ചീത്ത പറയാണ്ട് ചേച്ചി എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഞാനൊരു കൊച്ചിനെ വളർത്തുന്നുണ്ട്. എൻ്റെ മോൾ ഇതൊന്നും എടുത്ത് കളിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ചേച്ചി അത് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമല്ലേ? താഴെ വീണ ഈ സാധനം പൊട്ടി, എന്നിട്ട് അവനെ ഒന്ന് ചീത്ത പറയാണ്ട് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നോ? അല്ല, നീ എന്താ പറഞ്ഞു വരണേ? ഞാൻ എൻ്റെ കൊച്ചിനെ പിടിച്ച് തല്ലണായിരുന്നോ? ഈ പ്യുവർ ലിപ്സ്റ്റിക് വീട് പൊട്ടിയാലും ഞാൻ എൻ്റെ കൊച്ചിനെ പിടിച്ച് തല്ലണായിരുന്നോ? ചേച്ചി, കൊച്ചുങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അത് പറഞ്ഞ് മനസ്സിലാക്കിടുന്ന മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ തന്നെ ഒത്തിരി വൈകി. 9 വയസ്സായി അവന്. 9 വയസ്സിന്റെ കുരുത്തക്കണ. ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ നല്ല മെച്ചോർഡായിരിക്കും. ഇവൻ എന്തേക്ക് എടുത്ത് കാണിച്ചു കൂട്ടുന്നത്? ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണിത്. പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഭയങ്കര വൃത്തിയാണോ? ഇനി എന്തൊക്കെ ചെയ്തു കാണിച്ചു കൂട്ടും. ആഹാ, അപ്പൊ നീ എൻ്റെ കൊച്ചിനെ വളർത്താൻ പഠിപ്പിക്കുകയാണോ? എനിക്കപ്പോൾ അറിയില്ല, നീ പറഞ്ഞു തന്നിട്ട് വേണം അല്ലേ? ചേച്ചി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീ ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നീ എന്താ പറഞ്ഞു തരുന്നേ? എൻ്റെ കൊച്ചിന് കുരുത്തക്കേടാന്ന് നീ മാത്രം, അല്ലെങ്കിൽ നിന്നെ പോലെ കുറേ എണ്ണങ്ങൾ മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. എനിക്കറിയാം എൻ്റെ കൊച്ചു നല്ല ആക്റ്റീവാ, നല്ല മെച്ചുവേർഡാ, നല്ല സ്മാർട്ടാണ്. അവൻ അതുകൊണ്ട് അങ്ങനെ ജില്ല് നിൽക്കണം. അല്ലാണ്ട് നിൻ്റെ കൊച്ചിനോട്ട് മിണ്ടാപ്പൂച്ചിയൊന്നും അല്ല. നിനക്ക് എൻ്റെ കൊച്ചിനോട് കുശുമ്പാണ്. എന്നാണ് നീ ഇങ്ങനെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കണം കേട്ടോ. കുറേ നേരം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. അവൻ എന്ത് ചെയ്താലും ഒരു കുറ്റം. നീ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അവളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കൊണ്ടേച്ചാലും മതി. ഞാൻ ഈ വീട്ടിൽ കയറത്തില്ല, ഞാൻ പോവാ. ആരുട്ടാ, വാ പോവാ. ആ കൊച്ചിനെ നശിപ്പിക്കുന്നത് ആ സ്ത്രീയാ. ആ കൊച്ചിനെ നന്നാക്കില്ല എന്നാൽ ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തായിട്ട് മനസ്സിലാവത്തുമില്ല. ഇതൊരു ഗതികേടാണ്.